ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരലൽ ഫോൾസുകളെ കുറിച്ച് പഠിച്ചിരുന്നു. ലൈൻസ് ഓഫ് ആക്ഷൻസ് പരസ്പരം പാരലൽ ആണെങ്കിൽ അത്തരം ഫോൾസുകളെ നമുക്ക് എന്ത് പറയാം? പാരലൽ ഫോൾസസ് എന്ന് പറയാം. ഇനി ഈ ഫോൾസുകളൊക്കെ ഒരേ പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവയെ നമ്മൾ കോപ്ലാനാർ പാരലൽ ഫോൾസസ് എന്ന് പറയുന്നു. ഇനി ആ കോപ്ലാനാർ പാരലൽ ഫോൾസുകൾ ഇക്വിലിബ്രിയത്തിലാവുന്ന കണ്ടീഷൻസാണ് ആദ്യം നോക്കുന്നത്. ഓക്കെ, കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് കോപ്ലാനാർ പാരലൽ ഫോൾസസ്. അതിൽ ഫസ്റ്റ് കണ്ടീഷനാണ് അപ്വാർഡ് ഫോൾസസ് മസ്റ്റ് ബി ഈക്വൽ ടു ഡൗൺവാർഡ് ഫോൾസസ്. ഇത് മുകളിലോട്ട് അനുഭവപ്പെടുന്ന ഫോൾസുകൾ എന്തിന് ഈക്വലായാൽ മതി? താഴോട്ട് അനുഭവപ്പെടുന്നതിന് ഈക്വലാവുമ്പോൾ കോപ്ലാനാർ പാരലൽ ഫോൾസസ് എന്തിലായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇനി അടുത്തത് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ് മസ്റ്റ് ബി ഈക്വൽ ടു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ്. അത് മൊമെൻറ്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു, മൊമെൻറ്റ് ഓഫ് എ കപ്പിൾ, അതിൻ്റെ റൊട്ടേറ്റിംഗ് എഫക്റ്റ്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേറ്റിംഗ് എഫക്റ്റ് എന്തിന് ഈക്വലായാൽ മതി? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേറ്റിംഗ് എഫക്റ്റിന് ഈക്വലായാൽ മതി. അപ്പോഴും അതെന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, അതാണ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ് മസ്റ്റ് ബി ഈക്വൽ ടു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ്. അപ്പോൾ രണ്ട് കണ്ടീഷനാണ് ഇക്വിലിബ്രിയത്തിലാവാനുള്ളത്. അപ്വാർഡ് ഫോൾസസ് മസ്റ്റ് ബി ഈക്വൽ ടു ഡൗൺവാർഡ് ഫോൾസസ്. രണ്ടാമത്തെ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ് മസ്റ്റ് ബി ഈക്വൽ ടു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ്. ഓക്കെ, ദാറ്റ് ആർ ദ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് കോപ്ലാനാർ പാരലൽ ഫോൾസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളൊരു പ്രോബ്ലം നോക്കാം. A uniform rod of mass 1 kg is pivoted at the center and a weight of 3 kg is suspended from it 0.90 meter from the center. If the rod is balanced by a weight of 5 kg, where must it be applied? ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. എ യൂണിഫോം റോഡ് ഓഫ് മാസ്, ഒരേപോലുള്ള ഒരു വടി എടുത്തു. എത്ര കിലോഗ്രാമുള്ള? 1 കിലോഗ്രാം. ഈസ് പിവറ്റഡ് അറ്റ് ദ സെൻറ്റർ, അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ജോയിൻ്റ് കൊടുത്തിട്ട് ഉറപ്പിച്ച് നിർത്തി. പക്ഷേ അതെന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. പക്ഷേ കറക്റ്റ് സെൻറ്ററിലായതുകൊണ്ട് ഇപ്പോൾ എന്തായിരിക്കും? അത് ബാലൻസായി നിൽക്കുന്നുണ്ടാവും. രണ്ട് സൈഡിലേക്കും നീങ്ങാതെ കറക്റ്റ് ഒരു നീണ്ട വടിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, കറക്റ്റ് സെൻറ്ററിലാണ്. പിവറ്റഡ് എന്ന് പറഞ്ഞാൽ, പിവറ്റഡ് ജോയിൻസ് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് കൊടുത്തിട്ട് അതിനെന്താണ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതിനാണ് എന്ത്? പിവറ്റഡ് അറ്റ് ദ സെൻറ്റർ. ആൻഡ് എ വെയ്റ്റ് ഓഫ് 3 കിലോഗ്രാം ഈസ് സസ്പെൻഡഡ് ഫ്രം ഇറ്റ് 0.90 മീറ്റർ ഫ്രം ദ സെൻറ്റർ. അപ്പോൾ ആ പിക്ചർ ശ്രദ്ധിക്കുക. പിക്ചറിൽ ആ സെൻറ്ററിലായിട്ട് മുകളിലോട്ട് ആരോ മാർക്ക് കൊടുത്തിട്ടില്ലേ? അവിടെയാണ് അതെന്ത് ചെയ്തിട്ടുള്ളത്? കണക്ട് ചെയ്തിട്ടുള്ളത്, ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ളത്. ഞാൻ സെൻറ്ററിൽ നിന്ന് 0.9 മീറ്റർ വിട്ടിട്ട്, ഓക്കെ, സെൻറ്ററിൽ നിന്ന് 0.9 മീറ്റർ വിട്ടിട്ട് 3 കിലോഗ്രാം ഭാരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. സസ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക. എത്ര കിലോഗ്രാമാണ്? 3 കിലോഗ്രാം. അപ്പോൾ അതിൻ്റെ ഫലമായി ആ എന്ത് ചെയ്യും? ആ റോഡ് എന്ത് ചെയ്യും? അങ്ങോട്ട് താവും. ഓക്കെ, കാരണം കറക്റ്റ് സെൻറ്ററിലാണ് നമ്മൾ പിവറ്റഡ് ചെയ്തിട്ടുള്ളത്. 3 കിലോഗ്രാം ഈ സൈഡിൽ തൂക്കിയിടുന്ന സമയത്ത് ആ വടി അങ്ങോട്ട് താവും. അപ്പോൾ അത് താവാതെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 കിലോഗ്രാം ഇപ്പുറത്തെ സൈഡിൽ ഇട്ടു. 5 kg. അത് എവിടെ അപ്ലൈ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. വേർ മസ്റ്റ് ഇറ്റ് ബി അപ്ലൈഡ്? അതായത് സെൻട്രലിൽ നിന്ന് എത്ര വിട്ടിട്ട് ഈ 5 കിലോഗ്രാം തൂക്കിയിടുന്ന സമയത്ത് ആ വടി ബാലൻസായി നിൽക്കുന്നു, ആ ദൂരമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 5 കിലോഗ്രാം തൂക്കിയിട്ടിട്ടുള്ള ആ അകലത്തിനെ നമ്മൾ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിക്ചറിലുണ്ടാവും എക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 5 കിലോഗ്രാം വയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആ വടി നേരെ അനങ്ങാതെ നിൽക്കുന്നു. അപ്പോൾ അത് ബാലൻസ്ഡ് ആയി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. അപ്പോൾ മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഫോൾസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്.
അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള മൊമെൻ്റ് അവിടെ ഫോഴ്സ് എന്താണ്, ആ വെയ്റ്റിൻ്റെ ഫലമായി ഉണ്ടാവുന്നതാണ് ഫോഴ്സ്. അതായത് 5 എന്താക്കി എടുക്കുക, ഫോഴ്സ് ആക്കി എടുക്കുക. ദെൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 5 ഇൻറ്റു അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാ, എക്സ് ആണ്. 5 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ക്ലോക്ക് വൈസ് മൊമെൻറ്റ് കിട്ടും. മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 5 ഇൻറ്റു എക്സ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എന്തിന് ഈക്വൽ ആവണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പുറത്തുള്ള മൊമെൻറ്റ് എത്രയാണ്, അപ്പോൾ 3 ഇൻറ്റു 0.9, അതായത് 3 കിലോഗ്രാം എന്താണ് അവിടെ ഫോഴ്സ് ആക്കി എടുക്കുക. ദെൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്, 0.9. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു എക്സ് എന്തിന് ഈക്വൽ ആവണം, 3 ഇൻറ്റു 0.9 ഈക്വൽ ആവുമ്പോൾ അത് ബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്ക് എന്ത് കാണാം, എക്സ് കാണാം. എക്സ് ഈക്വൽ ടു എന്ത് വരും, 3 ഇൻറ്റു 0.9 എത്ര വരും, 2.7 വരും. ഈ ഇവിടുന്ന് 5 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, ബൈ 5 എന്ന് വരും. ഈക്വൽ ടു 0.54 മീറ്റർ. ഓക്കെ, 0.54 മീറ്റർ. അപ്പോൾ ഒന്നും കൂടി നോക്കുക, കറക്റ്റ് സെൻറ്ററിലാണ് പിവറ്റ് ചെയ്തിട്ടുള്ളത്. 3 കിലോഗ്രാം ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, അങ്ങോട്ടത് തൂങ്ങും. അങ്ങോട്ടത് മൂവ് ചെയ്യാതിരിക്കാൻ നമുക്കൊരു 5 കിലോഗ്രാം തന്നിട്ടുണ്ട്. ആ 5 കിലോഗ്രാം എവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ വടി ബാലൻസായി നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ 5 കിലോഗ്രാമിക്കുള്ള ദൂരം നമ്മൾ എന്തായിട്ട് എടുത്തു, എക്സ് ആയിട്ട് എടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് കാണണം, എക്സ് കാണണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് കാണുക. 5 ഇൻറ്റു എക്സ് എന്തിന് ഈക്വൽ ആവണം, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് 3 ഇൻറ്റു 0.9 ഈക്വൽ ആവണം. ദെൻ എക്സ് ഈക്വൽ ടു 0.54 മീറ്റർ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ റോഡിൻ്റെ മാസ് തന്നിട്ടുണ്ട് 1 കിലോഗ്രാം. പക്ഷേ നമ്മളത് എവിടെ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്, കാരണം നമ്മളത് കറക്റ്റ് സെൻറ്ററിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജോയിൻ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ ജോയിൻ്റ് ചെയ്യുമ്പോൾ ആ ഭാഗത്താണ് എന്ത് ചെയ്യുക, വസ്തുവിൻ്റെ മാസ് അനുഭവപ്പെടുക. കറക്റ്റ് സെൻറ്ററിലാവുമ്പോൾ പിന്നെ നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യേണ്ട, ആ റോഡിൻ്റെ മാസ് കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. നെക്സ്റ്റ് വൺ, എ 50 kilogram mass is placed at one end of a uniform plank 1.8 meter long, which is supported at a point 0.4 meter from the weight. If the plank is balanced, find its weight. Okay, question ശ്രദ്ധിക്കുക. A 50 kilogram mass is placed at one end of a uniform plank. Plank എന്ന് പറഞ്ഞാൽ വടി തന്നെ. ഒരു വടിയുടെ ഒരറ്റത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, 50 കിലോഗ്രാം മാസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചറിൽ ആദ്യം നോക്കുക, 50 കിലോഗ്രാം ഈ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്തു, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൊത്തം നീളം എത്രയാണ്, 1.8 മീറ്ററാണ്. ആ വടിയുടെ മൊത്തം നീളം 1.8 മീറ്ററാണ്. വിച്ച് ഈസ് സപ്പോർട്ടഡ് അറ്റ് എ പോയിൻറ്റ് 0.4 മീറ്റർ ഫ്രം ദ വെയ്റ്റ്. അപ്പോൾ ഈ വടീനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എവിടെയാണ്, ഈ 50 കിലോഗ്രാമിൽ നിന്ന് 0.4 മീറ്റർ അകലെ വെച്ചിട്ടാണ്. ഒരു ചെറിയ ആരോ മാർക്ക് മുകളിലോട്ട് കണ്ടിട്ടുണ്ടാവും. അവിടെ നമ്മളത് ഒരു താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ, ഇഫ് ദ പ്ലാങ്ക് ഈസ് ബാലൻസ്ഡ് ഫൈൻഡ് ഇറ്റ്സ് വെയ്റ്റ്. ഈ സൈഡിൽ നമ്മൾ ഒരു വെയ്റ്റും അപ്ലൈ ചെയ്യാതെ തന്നെ ഈ 0.4 മീറ്ററിൽ നമുക്ക് ആ വടിയെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വടിയുടെ വെയ്റ്റാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ എന്താണ് വടിയുടെ വെയ്റ്റ് കാണുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ആ വടിയുടെ വെയ്റ്റ് എവിടെ അനുഭവപ്പെടുക, ആ വടിയുടെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും. അപ്പോൾ നിങ്ങൾ നീളമുള്ളൊരു സ്കെയിൽ പിടിച്ചിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ആ കറക്റ്റ് സെൻറ്ററിലൊരു പോയിൻറ്റിൽ വെച്ചാൽ നിങ്ങൾക്ക് അതിനെ ബാലൻസ് ചെയ്ത് നിർത്താം. അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഒരു വിരലുകൊണ്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിർത്താം അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കാരണം അതിൻ്റെ വെയിറ്റ് അനുഭവപ്പെടുന്നത് ആ കറക്റ്റ് സെൻറ്റർ പോയിൻറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വെയിറ്റ്, പ്ലാങ്കിൻ്റെ വെയിറ്റ് എവിടെയും അനുഭവപ്പെടുക, ഈ പ്ലാങ്കിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും.
ആ കറക്റ്റ് സെൻറ്ററാണ് നമ്മൾ താഴോട്ട് ഒരു ആരോ മാർക്ക് വരച്ചിട്ട് എം എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് എന്താണ് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത്? എം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ക്ലോക്ക് വൈസ് മൊമെൻ്റ് എന്തിന് ഈക്വൽ ആവണം? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റിന് ഈക്വൽ ആവണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, നേരത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പിക്ചർ വരയ്ക്കണം ആദ്യം, എന്നാലേ ആ ഐഡിയ കിട്ടുള്ളൂ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്ന ഒരു വടി വരച്ചിട്ട് ഒരറ്റത്ത് 50 കിലോഗ്രാം തൂക്കിയിട്ടു. പിന്നെ 1.8 മീറ്ററാണ് അതിൻ്റെ മൊത്തം നീളം, അതായത് അതിൽ അടയാളപ്പെടുത്തി. അപ്പോൾ പകുതി വരെ എത്ര ഉണ്ടാവും? 1.8ൻ്റെ പകുതി എത്ര ആയിരിക്കും? 0.9 മീറ്റർ ആയിരിക്കും. അപ്പോൾ 0.9 മീറ്റർ എന്നുള്ള പോയിൻറ്റിലായിരിക്കും എന്തനുഭവപ്പെടുന്നത്? ആ പ്ലാങ്കിൻ്റെ വെയിറ്റ് താഴോട്ട് അനുഭവപ്പെടുന്നത്, കാരണം സെൻറ്ററിലായിരിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 50 കിലോഗ്രാമിൽ നിന്ന് 0.4 മീറ്റർ, അതായത് 0.4 മീറ്റർ അകലെയാണ് നമ്മളിതിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പോകുന്നത്. പിക്ചർ ശ്രദ്ധിക്കുക. 0.4 മീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നു, ആ മുകളിലോട്ടുള്ള ആരോ മാർക്ക്. അപ്പോൾ ബാക്കിയുള്ള അകലെ എത്ര ഉണ്ടാവും? സെൻറ്റർ വരെ 0.5 മീറ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ബാക്കിയുള്ള നീളം നമ്മൾ എന്ത് ചെയ്യണ്ട? കൺസിഡർ ചെയ്യണ്ട. കാരണം എം അനുഭവപ്പെടുന്ന എവിടെ ആയിരിക്കും? സെൻറ്ററിലായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഇവിടെ എന്താ വരിക? എം ഇൻറ്റു ബാലൻസ് ചെയ്യുന്നിടത്തേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? എം ഇൻറ്റു 0.5 എന്തിന് ഈക്വൽ ആവണം? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, അതായത് 50 ഇൻറ്റു 0.4 ഈക്വൽ ആവണം. ദെൻ എം ഈസ് ഈക്വൽ ടു എന്തെഴുതാം? 50 ഇൻറ്റു 0.4 എന്താവും? 20. ഇവിടുന്ന് 0.5 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 0.5, 20 ഡിവൈഡഡ് ബൈ 0.5 ഈക്വൽ ടു 40 കിലോഗ്രാം. അപ്പോൾ ആ പ്ലാങ്കിൻ്റെ വെയിറ്റ് എത്രയാണ്? 40 കിലോഗ്രാം. ഓക്കെ, അതായത് 50 കിലോഗ്രാം വെയിറ്റ് ഒരറ്റത്ത് തൂക്കിയിട്ടു, 0.4 മീറ്റർ അകലെ നമ്മളതിനെ താങ്ങി നിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്ലാങ്കിൻ്റെ വെയിറ്റ് എത്ര എന്നാണ്. അപ്പോൾ വെയിറ്റ് എവിടെ അടയാളപ്പെടുത്തണം? കറക്റ്റ് സെൻറ്ററിൽ അടയാളപ്പെടുത്തണം, ദാറ്റ് ഈസ് എം. അപ്പോൾ എം ഇൻറ്റു 0.5 എന്തിന് ഈക്വൽ ആവണം? 50 ഇൻറ്റു 0.4 ഈക്വൽ ആയാലേ അത് ബാലൻസ്ഡ് ആവുള്ളൂ. ദെൻ എം ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 0.5 ഈക്വൽ ടു 40 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പിക്ചർ വരയ്ക്കുക. പിക്ചർ വരച്ചിട്ട് ഓരോ ഭാഗവും അടയാളപ്പെടുത്തുക. അപ്പോഴാണ്, വേറെ പ്രത്യേകിച്ച് ഇക്വേഷനൊന്നും പഠിക്കാനില്ല, പിക്ചർ വരയ്ക്കാൻ അറിയുന്നതിൽ തന്നെ നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് മൊമെൻറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും ഈക്വൽ ആക്കി എടുത്തിട്ട് ചെയ്യാം. ഓക്കെ.